വാർത്തകൾ തുടരുന്നു. ഓണപ്പഴഞ്ചൊല്ലിലും പതിര്. ഇക്കുറി ഓണമുണ്ണാൻ അത്തം മുതൽ 9 ദിനം കാത്തിരുന്നാൽ മതിയാകും. ഈ പ്രത്യേകത 7 വർഷത്തിന്റെ ഇടവേളയിൽ. അത്തം 10 പൊന്നോണമുണ്ട മലയാളിക്ക് ഇത്തവണ 9-ാം ദിനം ഓണമുണ്ണാം. പൂരാടം, ഉത്രാടം നാളുകൾ ഒരു ദിവസം വരുന്നതുകൊണ്ട് ഇത്തവണ 9-ാം അത്തത്തിനാണ് തിരുവോണമെത്തുന്നത്. ഇത് അസാധാരണമാണെങ്കിലും അവസാനമായി 2004-ലാണ് ഇങ്ങനെ ഒരു ദിവസം കുറച്ച് തിരുവോണമെത്തിയതെന്ന് ജ്യോതിഷ പണ്ഡിതൻ പറയുന്നു. 1968, 70, 85, 87, 95 എന്നീ വർഷങ്ങളിലും ഇങ്ങനെ സംഭവിച്ചിരുന്നു. ചില വർഷങ്ങളിൽ ഒരോണം കൂടുതൽ ലഭിക്കാറുമുണ്ട്. 1981, 82, 83, 90, 91, 92, 98, 99, 2005 എന്നിവ ഒരു ദിനം കൂടുതൽ ലഭിച്ച വർഷങ്ങളാണ്. സാധാരണയായി ഒരു നക്ഷത്രം 60 നാഴികയാണ് ഉണ്ടാകേണ്ടത്. ഇതിന്റെ ദൈർഘ്യം 66 നാഴിക വരെ കൂടാനും 54 വരെ കുറയാനും ഇടയുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഒരു ദിവസം 2 നക്ഷത്രങ്ങൾ വരാനും ഒരു നക്ഷത്രം 2-ാം ദിവസത്തേക്ക് നീളാനും ഇടയാകുന്നത്. മലയാളിയുടെ ഓണപ്പൂക്കളത്തിന് തമിഴകം കനിയണം. വിപണിയിൽ പൂക്കൾക്ക് പൊന്നുവില. പൂക്കള മത്സരം മുതലെടുത്ത് ബന്ദിപ്പൂവിന് കിലോയ്ക്ക് 150 രൂപ. മലയാളികളുടെ പൂക്കളങ്ങൾക്ക് നിറഭേദങ്ങൾ ഒരുങ്ങണമെങ്കിൽ തമിഴകം കനിയണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. തമിഴിൻ്റെ പൂന്തോട്ടങ്ങളിൽ നിന്ന് പൂക്കളെത്തിയില്ലെങ്കിൽ മലയാളിക്ക് ഓണക്കാലത്ത് പൂക്കളം തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സാഹചര്യം. ഇനി തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന പൂക്കൾ വാങ്ങണമെങ്കിൽ കീശകാലിയാകുന്ന അവസ്ഥയാണുള്ളത്. ദിവസങ്ങളായി പൊള്ളുന്ന വിലയാണ് പൂക്കൾക്ക്. ഓണപ്പൂക്കളങ്ങളിൽ നിറഭംഗിയൊരുക്കാൻ സാധാരണയായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തമിഴകത്ത് നിന്നെത്തുന്ന ബന്ദിപ്പൂക്കൾ തന്നെയാണ്. 1 കിലോ ബന്ദിപ്പൂവിന് 120 മുതൽ 150 രൂപ വരെ നൽകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വാടാമല്ലിയും ജമന്തിയും ഒക്കെ വാങ്ങണമെങ്കിൽ തുക ഇരട്ടിയിലേറെ കിടക്കും. മുല്ലപ്പൂവിന്റെ വെള്ളഭംഗി പൂക്കളങ്ങളിൽ ഒരുക്കണമെന്ന് കരുതിയാൽ വില കേട്ടാൽ ആരും പുറംതിരിഞ്ഞു പോരുന്ന സ്ഥിതിയാണുള്ളത്. ഒരു മുഴം മുല്ലപ്പൂവിന് 50 രൂപ വരെ നൽകേണ്ടുന്ന സ്ഥിതിയാണ് ഓണക്കാലം എത്തിയതോടെ. തലയിൽ ചൂടാൻ പോലും മുല്ലപ്പൂ വാങ്ങാൻ മടിക്കുന്ന മലയാളി എങ്ങനെ പൂക്കളങ്ങളിലേക്ക് മുല്ലപ്പൂവിനെ ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഓണാഘോഷം പടിവാതിക്കലെത്തിയതോടെ സംഘടനകളും സ്ഥാപനങ്ങളും വിവിധ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും പൂക്കള മത്സരങ്ങളും പൂക്കളങ്ങൾ ഉൾപ്പെടുത്തിയ ഓണാഘോഷങ്ങളും സാധാരണമാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യം മുതലെടുക്കാനാണ് ഓണവിപണിയിൽ പൂക്കൾക്ക് വലിയ വില തന്നെ നൽകിയിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം മലയാളികളുടെ നാട്ടിൻപുറങ്ങളിൽ പോലും നാട്ടിൻപൂക്കൾ പോലും ഇല്ലെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് മലയാളിയുടെ ഓണാഘോഷങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നതായി കേരള കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ സ്റ്റീഫൻ ജോർജ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് മലയാളിയുടെ ഓണാഘോഷത്തിന് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണെന്നും മുൻപത്തെ രീതിക്ക് തന്നെ ഓണാഘോഷം നടത്താൻ മലയാളികൾ നന്നേ ബുദ്ധിമുട്ടുകയാണെന്നും കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ MLA-യുമായ സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. നിത്യോപയോഗ സാധനങ്ങൾക്കും പലവ്യഞ്ജനങ്ങൾക്കും ഭക്ഷ്യവസ്തുക്കൾക്കും വില കാര്യമായ രീതിയിൽ ഉയർന്നിരിക്കുന്നത് പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും സ്റ്റീഫൻ ജോർജ് ആവശ്യപ്പെട്ടു. ഒരു ദുഃഖമുള്ളത് ഇപ്പോൾ എല്ലാവരും കാണാൻ ഏറ്റവും ഓണം ഉണ്ണണം എന്ന ആശയത്തോട് യോജിച്ച് നമ്മൾ എല്ലാ വർഷവും ഓണാഘോഷിക്കുന്നവരാണ്. പക്ഷേ ഇത്തവണ നമുക്ക് ഈ സാധനങ്ങൾക്കെല്ലാം പെരുത്ത വിലയാണ്, നിത്യോപയോഗ സാധനങ്ങൾക്ക്. അതുകൊണ്ട് സാധാരണക്കാരനെ പഴയതുപോലെ ഓണം ആഘോഷിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും ഓണം ആഘോഷിക്കണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതനുസരിച്ച് ലോകത്തിലുള്ള എല്ലാ മലയാളികളും ഓണം വലിയ ആഘോഷമായി കൊണ്ടാടുന്നു. മാഞ്ഞൂരിൽ ബാങ്ക് മാനേജറുടെ വീട്ടിൽ മോഷണ ശ്രമം. നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് കുറുപ്പന്തറ ശാഖാ മാനേജർ CK രഘുവിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. സംഭവം സംബന്ധിച്ച് കടുത്തുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇനി കാലാവസ്ഥ. മീനച്ചിൽ, വൈക്കം താലൂക്കുകളിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരുന്നു. അങ്ങിങ്ങായി ചെറിയ മഴകൾ ലഭിച്ചു. അടുത്ത ദിവസം നേരിയ മഴയ്ക്ക് സാധ്യത. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2860 രൂപ, വെള്ളി ഗ്രാമിന് 54 രൂപ. പ്രധാന വാർത്തകൾ. വെള്ളൂരിൽ റെയിൽവേ ട്രാക്കിൽ ബോംബ് കണ്ടെത്തിയത് ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബെന്ന് വിദഗ്ധർ. കലാലയങ്ങൾ വ്യാഴാഴ്ച കസവെടുത്തു. സ്കൂളുകളിൽ ഓണാഘോഷം വെള്ളിയാഴ്ച. ഓണവിപണികളിൽ വൻതിരക്ക്. സർക്കാർ വിപണികളിൽ ആവശ്യത്തിന് വസ്തുക്കളില്ലെന്ന് ആക്ഷേപം. ബാങ്കുകളുടെ പണിമുടക്ക്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിൽ ജനം വലഞ്ഞു. ഓണവിപണിയിലും രക്ഷയില്ല. പച്ചക്കറി കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.